ഹലോ, വെൽക്കം ടു നീക്കുട്ടീസ് വ്ലോഗ്. ചക്കക്കുരു കിട്ടിയാൽ പിന്നെ എൻ്റെ കൈ അടങ്ങിയിരിക്കില്ല കേട്ടോ. അത് തീരുന്നത് വരെ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചക്കക്കുരു മുരിങ്ങക്കായ കറിയാണേ. എങ്കിൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ കുറച്ച് പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരു, ഇനി അല്പം ഉപ്പും ചേർത്ത് 2-3 പച്ചമുളക്, ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇടും. വെറും മഞ്ഞ കളർ പച്ചക്കറി എനിക്കിഷ്ടമല്ല കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, അപ്പോൾ എനിക്ക് തോന്നി ഇത്ര പോലെ ചക്കക്കുരു, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ചക്കക്കുരു ഫാനാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ചക്കക്കുരു ഇട്ട് അത് വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് തക്കാളിയും മുരിങ്ങക്കായും നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ അരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞളും ചേർത്താണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ടോയെന്നൊന്ന് അറിയണമല്ലോ. ടെസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ കയ്യിലെടുത്ത് അതാ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും അതോടൊപ്പം തന്നെ മുരിങ്ങക്കോലും ഇട്ട് കൊടുക്കാം. ഈ മുരിങ്ങക്കായ അധികം നേരം വേവാനില്ല കേട്ടോ. ഒരു വിസിലൊക്കെ വരുമ്പോഴേക്കും തന്നെ അത് പൊട്ടിക്കീറി പോവാറുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ഒറ്റ വിസിലിന് തന്നെ നമുക്ക് ഇത് തുറക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ആദ്യത്തെ ഒരൊറ്റ വിസിൽ കഴിയുമ്പോൾ തന്നെ തുറന്നിട്ടുണ്ട്. കണ്ടോ, മുരിങ്ങക്കായ സെറ്റായിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്ന് അധികം വേഗം സമ്മതിക്കേണ്ട, വേഗം തന്നെ നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാം പാകത്തിന് വേവാണേ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുകയാണ് കേട്ടോ വേണ്ടത്. ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ആ ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ അല്ലേ, പുതിയ ചട്ടി എടുത്തു വെച്ചതല്ലേ. ഇനി ആ സമയം കൊണ്ട് മുരിങ്ങക്കായയുടെ വേവ് നോക്കുകയാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരുവും പാകത്തിനാണ് ഇരിക്കുന്നത്. അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പൊഴിച്ചു. അരപ്പ് കറിയുമായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആ അരപ്പും കറിയും കൂടി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ഉള്ളി വറവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു മുരിങ്ങക്കായ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി കറി ഒന്ന് കണ്ടു നോക്കിയേ. അതാ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചക്കക്കുരു ആ സമയം കൊണ്ട് കുറച്ച് വെന്തുടഞ്ഞു. എങ്കിലും സാരമില്ല, നമുക്കൊരു കാര്യം ചെയ്താലോ, അത് കൂട്ടി കുറച്ച് ചോറ് കഴിച്ച് നോക്കാം. ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഏത് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? എനിക്കിവിടെ ഒരു ഉണക്കമീൻ മിസ് ചെയ്യുന്നുണ്ട്. പച്ചമീനാണ് പൊരിച്ചതുള്ളത്. ഒരു ഉണക്കലാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കറിയിലേക്ക് ചെമ്മീൻ ഇട്ട് വെച്ചാലും നല്ലതാണ് കേട്ടോ. ഉണക്ക ചെമ്മീനും കൂടെ ചേർത്ത് കറി വയ്ക്കാറുണ്ട്. അതും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇപ്പം നമുക്കുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മത്തി പൊരിച്ചതാണുള്ളത്, അതും ചേർത്ത് ആ ചോറും കൂട്ടിക്കുഴച്ച് ഇത്തിരി അച്ചാറും കൂടി. എന്താ ടേസ്റ്റ് മക്കളെ, എല്ലാവരും ട്രൈ ചെയ്യണേ.